الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضاه أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح من تزكى وذكر اسم ربه فصلى. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടലിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ സ്വർഗീയ ആരാമത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും. ബഹുമാനികളെ, ചൊവ്വാലിൻ്റെ പൊന്നമ്പിളി ഇന്നലെ മാനത്ത് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ ഒരു മാസക്കാലത്തെ തീക്ഷ്ണമായ വ്രതാനുഷ്ഠാനങ്ങൾക്കും ആരാധനകൾക്കും ശേഷം ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനും വേണ്ടി ഒരു ദിനം നിശ്ചയിച്ചിരിക്കുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മഹല്ല് നിവാസികൾക്കും സഹോദരിമാർക്കും കൃത്യമായ ചെറിയ പെരുന്നാൾ ആശംസകൾ കൈമാറുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ആമീൻ. തരുന്നിന്ന് ഞാൻ നിനക്കായൊരു പുത്രനെ, അവന്റെ വനം കുളിർത്താൽ എനിക്ക് സന്തോഷമായി, എനിക്കിന്ന് പെരുന്നാളായി. കേരളത്തിലെ പ്രസിദ്ധനായ കവി പത്മനാഭരാമചന്ദ്രൻ പാടിയ കവിതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദിവസത്തെ ചെറിയ പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് പ്രവാചകന്റെ ഒരു അനുഭവമാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കനിവിന്റെ ഉറവ എന്നാണ് ആ കവിതയുടെ പേര്. പത്മനാഭരാമചന്ദ്രൻ കണ്ടത് നബി തിരുമേനിയുടെ ഒരു ദിവസത്തെ ചെറിയ പെരുന്നാൾ ആഘോഷമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ നിന്ന് പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി മദീന പള്ളിയിലേക്ക് വരികയാണ്. വരുന്ന വഴിക്കാണ് പ്രവാചകന്റെ മുന്നിൽ ഒരു കുട്ടി നിന്ന് കരയുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. മറ്റു കുട്ടികളെല്ലാം നിന്ന് സന്തോഷത്തോടെ കളിക്കുകയും ചിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു കുട്ടി മാത്രം മാറി നിന്ന് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ട പ്രവാചക തിരുമേനി ആ കുട്ടിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, മകനെ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്ത് പറ്റി? ഇന്ന് നമുക്ക് പെരുന്നാളല്ലേ, നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ? കണ്ടില്ലേ, നിന്നെപ്പോലുള്ള കുട്ടികൾ കളിക്കുന്നത് കണ്ടില്ലേ? പ്രവാചകന്റെ ചോദ്യത്തിന് മുന്നിൽ ആ കുട്ടി വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട്. നബിയെ, എനിക്കറിയാം ഇന്ന് ചെറിയ പെരുന്നാളാണെന്ന്, പക്ഷേ എനിക്കിന്ന് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഉപ്പയില്ല, ഉമ്മയില്ല, ഞാൻ അനാഥനാണ്. ആ കുട്ടികൾ എന്നെ കളിക്കാൻ കൂട്ടുന്നുമില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ കുട്ടിയുടെ തുറന്ന മനസ്സ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി ആ കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് പ്രവാചകൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ആ കുട്ടിയെ ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്, തരുന്നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ. ആയിഷ, നിന്റെ കയ്യിലേക്ക് ഞാനൊരു മകനെ ഇന്ന് തരികയാണ്. അവന്റെ മനം കുളിർന്നാൽ എനിക്കിന്ന് പെരുന്നാളായി. ഞാൻ ഈ തരുന്ന കുട്ടിയെ സന്തോഷിപ്പിച്ച് നീ എന്റെ കയ്യിലേക്ക് തിരിച്ചു തന്നാൽ നിനക്കിന്ന് പെരുന്നാളായിരിക്കുമെന്ന് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് നബി തിരുമേനി പറയുകയാണ്. ആയിഷ ബീവി ആ കുട്ടിയെ കുളിപ്പിച്ച് വസ്ത്രങ്ങൾ ധരിപ്പിച്ച് പ്രവാചകന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആ കുട്ടിയുമായിട്ടാണ് അന്ന് ചെറിയ പെരുന്നാളിന്റെ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി നബി തിരുമേനി മദീന പള്ളിയിലേക്ക് വന്നത്. എന്നിട്ട് തന്റെ അനുചരന്മാരോട് പറഞ്ഞത്, നമ്മുടെ പെരുന്നാൾ ഇതേപോലുള്ള അനാഥ ബാല്യങ്ങളെ ചേർത്ത് നിർത്തുന്നില്ല.
സമസൃഷ്ടി സ്നേഹത്തിലാണ് നമ്മുടെ പെരുന്നാൾ എന്ന വലിയൊരു മെസ്സേജ് ആ ചെറിയ പെരുന്നാളിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയുണ്ടായി. അതാണ് പത്മനാഭന്റെ ഈ കവിതയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പെരുന്നാളാണ്. എന്താണ് ഒരു വിശ്വാസിയുടെ പെരുന്നാൾ? നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളാകട്ടെ, ആരാധനകളാകട്ടെ, അത് പ്രാർത്ഥനാപൂർവം നിർവഹിക്കപ്പെടേണ്ട ഒന്നാണ്. അതിലുപരി മനുഷ്യരെ സ്നേഹിക്കാനും മനുഷ്യരെ ചേർത്ത് പിടിക്കാനും ഇല്ലാത്തവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുവാനുമാണ് ആരാധനകളും ആഘോഷങ്ങളും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ആഘോഷ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായി നാം ഊന്നൽ കൊടുക്കേണ്ടത് സമസൃഷ്ടികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിലാണ്, ഇല്ലാത്തവനെ സഹായിക്കുന്നതിലാണ്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുന്നതിലാണ്. അതിലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ പെരുന്നാളിന്റെ പൊരുൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മോട് ചെറിയ പെരുന്നാളിന് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. കേവലം ഒരു ഫിത്ർ സക്കാത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ചെറിയ പെരുന്നാളിന്റെ സമസൃഷ്ടി സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹം കൊടുക്കാനും, പ്രയാസപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാനും, രോഗികളെ സന്ദർശിക്കാനും, കുടുംബാംഗങ്ങളോട് കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് ഒരു പെരുന്നാൾ നമുക്ക് അർത്ഥപൂർണമായി തീരുന്നത്. വിശ്വാസിയുടെ പെരുന്നാൾ ആരെയും പ്രയാസപ്പെടുന്നതല്ല. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് രാജ്യത്ത് ഹോളി എന്നൊരു ആഘോഷം നടന്നു. ഒരു മതപരമായ ആഘോഷമാണ്. പക്ഷേ ഹോളി ആഘോഷിക്കുമ്പോൾ ആ പ്രദേശത്തെ മുസ്ലിം പള്ളികൾ മൂടിയിടേണ്ടി വന്നു. ആ പ്രദേശത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വസ്ഥമായി സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. അതും ഒരു മതാഘോഷമായിരുന്നു. ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം സന്തോഷപൂർവ്വം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെയുള്ള ഒരു ഇതര മതസ്ഥരും ഭയപ്പെടേണ്ടതില്ല. അവർക്കൊന്ന് സന്തോഷമാണ്. നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ, നിങ്ങൾ പട്ടിണിയിലാണെങ്കിൽ നിങ്ങളെ കൂടി ചേർത്ത് പിടിച്ചാലേ ഞങ്ങൾക്ക് പെരുന്നാൾ പൂർണ്ണമാകും എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങളും ആരാധനകളും എല്ലാം ഇബാദത്ത് തന്നെയാണ്. ഇല്ലാത്തവരെ സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരോടുകൂടി ആഘോഷിക്കാനുമാണ് പെരുന്നാളുകൾ, ആഘോഷങ്ങൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്നത്. വളരെ പ്രധാനമായി പെരുന്നാളിന് കൈമാറേണ്ട പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാനത് പറഞ്ഞു പോവുകയാണ്. ആദ്യമായി പൊതുവെ എൻ്റെ മഹല്ല് നിവാസികളോട് എനിക്ക് പറയാനുള്ളത്, നാം ഒരു മാസക്കാലത്തെ തീക്ഷ്ണമായ പ്രധാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത ഒരുപാട് നന്മകളുണ്ട്. ക്ഷമിക്കാൻ നമ്മൾ പഠിച്ചു, സഹിക്കാൻ പഠിച്ചു, പള്ളിയിൽ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കാൻ നമുക്കറിയാം, അള്ളാഹുവിനെ അനുസരിക്കാൻ നമ്മൾ പഠിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിന്റെ മനനം, അതിന്റെ പഠനം, ഇതൊക്കെ നമ്മൾ ഒരു മാസക്കാലത്തിലൂടെ ശീലമാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഖുർആനിനെ നമ്മൾ ഇനി കൈവിടാൻ പാടില്ല. ഈ ഖുർആനിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ശിഷ്ടകാലത്തിൽ നമുക്കുണ്ടായിത്തീരേണ്ടത്. ഖുർആൻ ജീവിതത്തിൽ പകർത്താനുള്ളതാണ്, ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഖുർആനികമായ ഒരു ജീവിതം നമ്മുടെ മഹലിൽ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ചെറിയ പെരുന്നാളിന്റെ ആദ്യത്തെ സന്ദേശം. രണ്ടാമതായി, ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന അതിപ്രധാനമായ ഒരു വെല്ലുവിളിയുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ നാടുകൾ. അത് ലഹരിയുടേതാണ്. ലഹരിയുടെ വ്യാപനം അതിതീവ്രമായി നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഇങ്ങനൊരു ചെറിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മുടെ മക്കളിൽ പലരും അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും നിലയ്ക്ക് ലഹരിയുടെയൊക്കെ പുറകെ പോയിട്ടുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ എൻ്റെ രക്ഷിതാക്കൾക്ക് കഴിയണം. മക്കൾ പിടിവിട്ടു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് മക്കൾ സഞ്ചരിക്കുന്ന മാർഗങ്ങളെ കുറിച്ച് തിരിച്ചറിയുകയും ലഹരിയുടെ പിടിയിൽ അമർന്നിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാതെ, കാര്യങ്ങൾ മൂടി വയ്ക്കാതെ, അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് തന്നെ അവരെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും കഴിയേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു, കേരളത്തിൽ ഓരോ പള്ളികൾക്ക് കീഴിലും ഓരോ മദ്രസകൾ ഉള്ളതുപോലെ ഓരോ ഡി അഡിക്ഷൻ സെന്ററുകൾ തുടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രമാത്രം ഗുരുതരമാണ് ലഹരിയുടെ വ്യാപനം. നമ്മളിനെ മറച്ചു വച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ കൂടി ഈ ചെറിയ പെരുന്നാൾ ദിവസത്തിൽ എൻ്റെ യുവ സുഹൃത്തുക്കൾ, എൻ്റെ കുഞ്ഞനുജന്മാർ, എൻ്റെ കൗമാരപ്രായക്കാർ എടുക്കണമെന്നാണ് ഈ ചെറിയ പെരുന്നാളിന്റെ സന്ദേശമായി രണ്ടാമത് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എൻ്റെ മഹല്ല് നിവാസികളോട് പറയാനുള്ള പ്രധാനപ്പെട്ട
രണ്ട് കാര്യങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധ കുറവുണ്ട്. ഒന്ന് ആരോഗ്യ പരിപാലനത്തിന്റെ വിഷയത്തിലാണ്. ഞാൻ എൻ്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പരിശുദ്ധമായ റമദാൻ ആരോഗ്യത്തിന് കൂടിയായിരുന്നു. സൂമു തസ്ഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കും, നിങ്ങൾക്ക് ആരോഗ്യം ലഭിക്കുമെന്ന് നമ്മുടെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം. ആശുപത്രികളിൽ അഡ്മിറ്റായി അള്ളാഹു നിശ്ചയിച്ച ആയുസ്സിനെ, അള്ളാഹു തന്ന ആരോഗ്യത്തെ വെറുതെ പാഴാക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. ആരോഗ്യകാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാക്കണം. അതിനുവേണ്ടി ആഹാരം ക്രമീകരിക്കണം. അമിതമായ ആഹാരവും അനാവശ്യമായ ആഹാരവും അതേപോലെ വിരുദ്ധമായ ആഹാരങ്ങളും പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ കൂടുതലായി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് ആഹാരത്തെ ക്രമീകരിച്ചുകൊണ്ട് ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു ഈദുൽ ഫിത്തറിന്റെ സന്ദേശം. മറ്റൊന്ന്, വ്യക്തി ശുചിത്വത്തിൽ ഈ നാട്ടുകാർ വളരെ മുന്നിലാണ്, മാനസിക ശുചിത്വത്തിന് മുന്നിലാണ്. പക്ഷേ പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് പിന്നിലാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഇതിൽ പറയാൻ കാരണം ഈ മീനച്ചിലാറിന്റെ അവസ്ഥ കണ്ടിട്ടാണ്. നഗരസഭ കഴിഞ്ഞ ആഴ്ച ഈരാറ്റുപേട്ട നഗരസഭയെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ച് ഒരു പ്രകടനം നടത്തുന്നത് ഞാൻ കാണുകയുണ്ടായി. നഗരസഭ അധികൃതരോട് പറയാനുള്ളത്, കൗൺസിലർമാർ ആരെങ്കിലും ഈ പള്ളിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മീനച്ചിലാറിന്റെ ശുദ്ധീകരണത്തിന്റെ വിഷയത്തിൽ നഗരസഭ മുൻകൈയെടുത്തുകൊണ്ട് ഈ വെള്ളം ശുദ്ധമായി ഒഴുകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് മലിനപ്പെടുത്തരുത്. ഇത് മലിനപ്പെടുത്തുന്നത് കുറ്റകരമാണ്. ജനങ്ങളുടെ ശാപം കിട്ടുന്ന, അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന കുറ്റകരമായ കാര്യമാണ് ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തുക എന്നുള്ളത്. ഭൂരിഭാഗവും മുസ്ലിമുകൾ താമസിക്കുന്ന ഈരാറ്റുപേട്ടയിലൂടെ ഒഴുകുന്ന മീനച്ചിലാറ് ഈ രീതിയിൽ ഒഴുകുന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ വളരെ ഖേദകരമാണ്. അതുകൊണ്ട് മീനച്ചിലാറിന്റെ ശുദ്ധീകരണം എനിക്ക് ഈദുൽ ഫിത്തറിന്റെ സന്ദേശമായി മുനിസിപ്പൽ അധികൃതരോടും ഇതിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ആളുകളോടും പറയാനുള്ളത്, ആ കാര്യം നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കണം. ഈദുൽ ഫിത്തറിന്റെ ഒരു സന്ദേശമായി തന്നെ ഞാനത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് വളരെ സന്തോഷപൂർവ്വം നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പുതുവസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നാൽ സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. സുഹൃത്തുക്കളെ, ആയിരക്കണക്കായ മനുഷ്യന്മാർ ജയിലുകളിൽ, ഇന്ത്യൻ ജയിലുകളിൽ നിരപരാധികളായ മനുഷ്യന്മാർ കിടക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടക്കാരുൾപ്പെടെ അകാരണമായി ജയിലിലടക്കപ്പെട്ട മനുഷ്യന്മാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, യുവാക്കളുണ്ട്. 17 വർഷക്കാലമായി വിചാരണ തടവുകാരായി കഴിഞ്ഞ യഹിയെ പോലുള്ള മനുഷ്യന്മാരുണ്ട്. ഈ ചെറുപ്പക്കാർക്ക് അവരുടെ ജീവിതം, അവരുടെ യുവത്വം ജയിലിൽ ചെലവഴിക്കേണ്ടി വരികയാണ്. ചെയ്ത തെറ്റെന്താണെന്ന് അറിയില്ല. ഈ ജയിലിൽ അടക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ചെറിയ പെരുന്നാളിൽ ഉണ്ടാകണം. അവരോട് ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. പടച്ചതമ്പുരാൻ എത്രയും പെട്ടെന്ന് അവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ നാട് വർഗീയതയുടെ വിളനിലമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയെല്ലാം വർഗീയത ഉണ്ടാക്കാൻ കഴിയുമെന്ന ഗൂഢാലോചനയിലൂടെ ഒരു വിഭാഗം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു ലോകത്താണ്, ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരായ ഒരു പോരാട്ടം, വർഗീയതയ്ക്കെതിരായ ഒരു പ്രതിജ്ഞ, അതും നമ്മുടെ ഈദുൽ ഫിത്തറിന്റെ ഒരു സന്ദേശമായിട്ട് മാറേണ്ടതുണ്ട്. ഈ അടുത്ത ദിവസമാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത്, 100 മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് 50 ഹിന്ദു കുടുംബങ്ങൾ സുരക്ഷിതരല്ല എന്ന്. എത്ര വിഡ്ഢിത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. യോഗി ആദിത്യനാഥിനെ ഈരാറ്റുപേട്ടയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഈരാറ്റുപേട്ടയിൽ ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ കൊണ്ട് ഏതെങ്കിലും ഒരു ഹിന്ദുവിനോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കോ എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമെന്ന് UPയിലെ മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ കഴിയുമോ? ഇത്രയും സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ്. അതുകൊണ്ട് 100 മുസ്ലിമീങ്ങളുടെ 50 ഹിന്ദു കുടുംബങ്ങൾ ജീവിക്കുന്നെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കുമെന്ന് യോഗിക്ക് ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ്. കാരണം ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയ്ക്കുന്നവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുത്തുറസൂലിന്റെ അനുയായികളാണ് ഞങ്ങൾ അയൽവാസികളെ ഉപദ്രവിക്കില്ല, ഞങ്ങൾ അവരെ പീഡിപ്പിക്കില്ല, ഞങ്ങൾ അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് നിരത്തില്ല. ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഭക്ഷിക്കുന്നെങ്കിൽ ഞങ്ങളുടെ അയൽവാസിക്ക് ആ ഭക്ഷണത്തിന് വിഹിതം എത്തിച്ചു കൊടുക്കും. ഇത് പെരുന്നാളിന് മാത്രമല്ല, അത് ചെയ്താലേ ഞങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകൂ എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ട് എരുതിയിലേക്ക് എണ്ണൊഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തരുത് എന്നാണ് ഈ ഈദുൽ ഫിത്തർ സുദിനത്തിൽ പറയാനുള്ളത്. എമ്പുരാനെ വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് കഴിയും,
എമ്പുരാനെ വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ ഗുജറാത്ത് കലാപത്തിന്റെ ചോരക്കറ നിങ്ങളുടെ കൈകളിൽ നിന്ന് കഴുകിക്കളയാൻ ഈ ഭൂമിയുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് കഴിയില്ല. അത് എമ്പുരാനിൽ നിന്ന് വെട്ടിമാറ്റിയതുണ്ടായില്ല. മുകളിൽ ഒരു തമ്പുരാനുണ്ട്. ആ തമ്പുരാൻ ഇത് കാണുന്നുണ്ട്. അവൻ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ. വലാ തഹ്സബന്നല്ലാഹ ഗാഫില, തമ്പുരാൻ കാണുന്നില്ല എന്ന് വിചാരിക്കേണ്ട. അമ്മാ യഅമലു ളാലിമൂൻ, ഈ ഫാസിസ്റ്റ് ഭരണകൂടം കാട്ടിക്കൂട്ടുന്ന ക്രൂരതകൾ തമ്പുരാൻ കാണുന്നില്ല എന്ന് നീ വിചാരിക്കേണ്ട. ഇന്നമാ യുഅഖിറുഹും യൗമിൻ തശഖസു ഫീഹിൽ അബ്സാർ. അവർക്ക് അവധി കൊടുത്തിരിക്കുകയാണ്. അവധി എത്തിക്കഴിഞ്ഞാൽ കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം തമ്പുരാൻ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് 2000-ഓളം നിരപരാധികൾ കൊല്ലപ്പെട്ട ഗർഭിണിയുടെ വയറ്റിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ എടുത്തിട്ട് മണ്ണെണ്ണ ഒഴിച്ചു പൊട്ടിച്ച, തൃശൂലത്തിൽ വെച്ച് കത്തിച്ച ആ ഓർമ്മകളൊന്നും 22 കൊല്ലം കൊണ്ട് മറക്കാൻ കഴിയുന്നതല്ല ഞങ്ങൾക്ക്. ഈ ക്രൂരതകളൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു സിനിമ നിങ്ങൾക്ക് നിരോധിക്കാൻ കഴിഞ്ഞേക്കാം, അത് വെട്ടിമാറ്റാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇതുകൊണ്ടൊന്നും നിങ്ങളുടെ കൈകളിൽ നിന്നും ഗുജറാത്ത് കലാപത്തിന്റെ ആ ചോരകൾ കഴുകിക്കളയാൻ ഒരിക്കലും കഴിയില്ല. ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ ഇന്നേ വരെ ഒരു പ്രധാനമന്ത്രി പോലും നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനം സന്ദർശിച്ചിട്ടില്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണ് ആദ്യമായിട്ട് RSSന്റെ ആസ്ഥാനം സന്ദർശിച്ച് RSSന് പിന്തുണ കൊടുത്തത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ചെയ്യുന്നത്. താമര വിരിയണമെങ്കിൽ ചെടിക്കുഴി വേണമെന്ന് ഞങ്ങൾക്കറിയാം. ആ ചെളിക്കുഴികൾ സൃഷ്ടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ആ വർഗീയതയ്ക്ക് നിന്ന് തരാൻ ഞങ്ങളില്ല. ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ്. ഞങ്ങൾ ഈ രാജ്യത്ത് സൗഹൃദം ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് വർഗീയത വിളമ്പാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, അത് PC ജോർജ് ആണെങ്കിലും കാസയാണെങ്കിലും ആരാണെങ്കിലും അതൊന്നും ഈ രാജ്യത്ത് ഈ നാട്ടിൽ വിലപ്പോകുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ സമാധാനകാംക്ഷികളാണ്. ഈദുൽ ഫിത്തറിന്റെ സന്ദേശമായി അതുകൂടി ഞാൻ കൈമാറുകയാണ്. മറ്റൊന്ന് നമുക്കറിയാം, ഗസ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തുകൂടി ഇസ്രായേലിന്റെ ബോംബ് വർഷങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ പത്രത്തിൽ? ഇടിഞ്ഞു വീണ കെട്ടിടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ആ സാധുക്കൾ പെരുന്നാൾ നിസ്കരിക്കുകയാണ്. ഈ പെരുന്നാൾ സുദിനത്തിലും അവർക്ക് നേരെ ബോംബാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. എത്രയോ ആളുകളെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് 900 ആളുകളെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഗസയിൽ കൊല ചെയ്ത് കഴിഞ്ഞു. ഗസയിൽ അവരെ കൊല ചെയ്ത് കഴിഞ്ഞു. ക്രൂരത ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാനുള്ളത്, ഇതുകൊണ്ടൊന്നും ഈ ഖൗമിനെ പാഠം പഠിപ്പിക്കാൻ, ഈ ഖൗമിനെ ഇല്ലാതാക്കാൻ ഒരിക്കലും കഴിയില്ല. ഗസ ഫലസ്തീൻ ഞങ്ങളുടെ സ്വപ്നമാണ്. മസ്ജിദുൽ ഖുദ്സ്, ബൈത്തുൽ മുഖദ്ദസ് അത് തിരിച്ചു കിട്ടുക എന്നത് ഞങ്ങളുടെ അവകാശമാണ്. അത് ഞങ്ങളുടെ പഴയ കിബിലയാണ്. അത് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഫലസ്തീനികൾക്ക് അവരുടെ നാട് തിരിച്ചു കിട്ടിയേ പറ്റൂ. അതുവരെ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ സാധുക്കൾ നടത്തുന്ന പോരാട്ടം അതിനു കൂടി തീർച്ചയായിട്ടും നമ്മൾ ഈദുൽ ഫിത്തറിന്റെ സുദിനത്തിൽ നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ലോകത്ത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളൊന്നും ഒരു ഫാസിസ്റ്റ് ശക്തിയും വിജയിച്ചിട്ടില്ല. ഫാസിസത്തിന് നേതൃത്വം കൊടുത്ത, അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഭരണാധികാരികളൊന്നും ലോകത്ത് വിജയിച്ചിട്ടില്ല. അവരുടെ പതനത്തിന്റെ കഥനകഥകളാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആധുനിക ചരിത്രവും നമ്മളോട് വിളിച്ചു പറയുന്നത് തന്നെയാണ്. ലോകം കണ്ട തുല്യതയില്ലാത്ത ഏകാധിപതിയും സ്വേച്ഛാധിപതിയും ഫാസിസ്റ്റുമായിരുന്നു ഫറോവ. എന്താ ഫറോവയ്ക്ക് സംഭവിച്ചത്? ഫറോവയെ കൊല്ലാൻ വേണ്ടി വലിയ സൈന്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെങ്കടലിലെ വെള്ളത്തിൽ ആ മനുഷ്യൻ തൂങ്ങിച്ചാകുന്ന നേരം അവൻ പറഞ്ഞു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞാൻ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കുന്നു, ഞാൻ ഹാറൂന്റെ റബ്ബിൽ വിശ്വസിക്കുന്നു. പക്ഷേ ആ വിശ്വാസം ഫലപ്പെട്ടില്ല. ആ മനുഷ്യനെ ചെങ്കടലിൽ അല്ലാഹു നോക്കിക്കൊന്നു. ഇന്ന് ഈജിപ്തിന്റെ കൈറോ മ്യൂസിയത്തിൽ $20 കൊടുത്ത് കാണാൻ കഴിയുന്ന രീതിയിൽ ഫറോവ ഇങ്ങനെ മറന്നു കിടക്കുന്നുണ്ട്. ഫറോവയ്ക്ക് ശേഷം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശത്രുവായിരുന്നല്ലോ നമ്രൂദ്. ലോകം കണ്ട വലിയ സ്വേച്ഛാധിപതിയും ഏകാധിപതിയായിരുന്നു നമ്രൂദിന്. എന്താ സംഭവിച്ചത്? നമ്രൂദിനെ കൊല്ലാൻ വേണ്ടി അല്ലാഹു വലിയ സൈന്യങ്ങളെ അയച്ചിട്ടില്ല. നമ്രൂദിനെ കൊന്നത് കേവലം ചെറിയ പ്രാണികളെ കൊണ്ടാണ്. നമ്രൂദിന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറിയ പ്രാണികൾ, ഒരു പ്രാണി, ആ പ്രാണിയെ കുറിച്ച് പോലും തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ആ പ്രാണിക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നു എന്ന്. ശരിയായ അവയവങ്ങൾ പോലും ഇല്ലാത്ത ഒരു പ്രാണിയാണ് നമ്രൂദിന്റെ മൂക്കിലേക്ക് കയറിയത്. ആ പ്രാണിയുടെ ഉപദ്രവം സഹിക്കാതെയാണ് നമ്രൂദ് ലോകത്തോട് വിട പറഞ്ഞത്. ആധുനിക
ഏകാധിപതികളെ സ്വേച്ഛാധിപതികളുടെ നോക്ക്. ഫാഷിസത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ട മുസോളിനി, ഫാദർ ഓഫ് ദ ഫാഷിസം, ഫാഷിസത്തിന്റെ ഫാദർ ആയിരുന്നു അദ്ദേഹം. എന്താ സംഭവിച്ചത്? യൂറോപ്പിനെ അടക്കി ഭരിക്കാൻ വേണ്ടി ശ്രമിച്ച മുസോളിനിയുടെ അന്ത്യം എങ്ങനെയായിരുന്നു? മുസോളിനി വളരെ ക്രൂരമായ രീതി 1945 അദ്ദേഹത്തിന്റെ ഭാര്യ ക്ലാരയെയും കൂടി അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യന്മാർ വെടിവെച്ചു. മുസോളിനിയെ ക്ലാരയെ വെടിവെച്ച് കൊന്നിട്ട് ദിവസങ്ങളോളം കെട്ടിത്തൂക്കി. മുസോളിനിയുടെ അന്ത്യമണി പറയുന്നത്, മുസോളിനിയെ ജനങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചിറക്കി വെടിവെച്ച് കൊന്നിട്ട് ദിവസങ്ങളോളം കെട്ടിത്തൂക്കി മുസോളിനിയുടെ ഭക്തന്റെ ഭാര്യയും. ആരായിരുന്നു മുസോളിനി? ഫാഷിസത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ. അധികാരം കിട്ടുന്നതുവരെ അദ്ദേഹം ജനാധിപത്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. ജനാധിപത്യത്തിന്റെ ഘോര പ്രഭാഷകനായിരുന്നു മുസോളിനി. പക്ഷേ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോ ഏകാധിപതിയായി മാറി. പത്രസ്വാതന്ത്ര്യം നിരോധിച്ചു, പൗരസ്വാതന്ത്ര്യം നിരോധിച്ചു, ഏക പാർട്ടി, ഒരു തെരഞ്ഞെടുപ്പ്. ഇത്തരത്തിൽ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെയുള്ള മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന നയപ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അധികാരത്തിലിരുന്ന മുസോളിനിയെ ആ ജനങ്ങൾ തന്നെ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചിറക്കി വെടിവെച്ചു കൊന്ന് കെട്ടിത്തൂക്കിയെങ്കിൽ ഇതായിരിക്കും ഏതൊരു ഫാസിസ്റ്റ് ചക്രവർത്തിമാരുടെയും ഭരണാധികാരികളും അനുഭവം നമ്മൾ തിരിച്ചറിയണം. പിന്നെ പറഞ്ഞാണ് ഹിറ്റ്ലർ ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു ഹിറ്റ്ലർ? ലോകം മുഴുവനും അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ചാണ് ഹിറ്റ്ലർ. ഹിറ്റ്ലർക്ക് എന്താ സംഭവിച്ചത്? ഹിറ്റ്ലറുടെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. ഹിറ്റ്ലറുടെ കൊട്ടാരത്തിന്റെ 500 മീറ്റർ അകലെ ജനമെത്തി. ഹിറ്റ്ലറെ കൊല്ലാൻ വേണ്ടി ജനങ്ങൾ കൂടി. 500 മീറ്റർ അകലെ ജനങ്ങൾ എത്തിയപ്പോൾ സയനൈഡ് കഴിച്ചു. നേരത്തെ തന്നെ ജർമ്മനിയിലെ ഡോക്ടർമാരോട് ഹിറ്റ്ലർ ചോദിച്ചു വച്ചിരുന്നു, പെട്ടെന്ന് മരിക്കാനുള്ള വഴി എന്താണ്? ഡോക്ടർമാർ പറഞ്ഞു, പെട്ടെന്ന് മരിക്കണമെങ്കിൽ സയനൈഡ് കഴിച്ചാൽ മതി. ജനം ഹിറ്റ്ലറെ പിടികൂടാൻ വേണ്ടി കൊട്ടാരം മുളഞ്ഞു. ഹിറ്റ്ലർ തീരുമാനിച്ചു, ഇനി എനിക്ക് രക്ഷയില്ല. സൈനൈഡ് കഴിച്ചിട്ട് സ്വയം തലയ്ക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്ത് ഹിറ്റ്ലർ. എന്നിട്ടും ജനം വിട്ടില്ല. കൊട്ടാരത്തിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ടുവന്ന് കൊട്ടാര മുറ്റത്ത് വെച്ച് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു ഹിറ്റ്ലറെ. ഇതാണ് ഹിറ്റ്ലറുടെ അന്ത്യം. ഒരു ഏകാധിപതിയും ഒരു സ്വേച്ഛാധിപതിയും ഒരു ഫാസിസ്റ്റും ലോകത്ത് ജനങ്ങളാൽ കൈകാര്യം ചെയ്യപ്പെടാതെ പോയിട്ടില്ല. ഇത് എല്ലാവരുടെയും ചരിത്രം. ഇത് മാർക്കോസിന്റെ ചരിത്രം. മാർക്കോസ് ആരായിരുന്നു? ഫിലിപ്പീൻസിൽ 25 വർഷം ഏകാധിപതിയായി ഭരിച്ചയാളാണ്. 1965 മുതൽ 1985 വരെ ഏകാധിപതിയായി ഭരിച്ച മനുഷ്യനാണ് മാർക്കോസ്. ഏകാധിപതിയെ ഭരിച്ചു മാത്രം ലോകം കണ്ട അഴിമതിക്കാരൻ. നാട്ടിലെ ജനങ്ങളെ ഊറ്റിയെടുത്തിട്ട് അമേരിക്കൻ ബാങ്കുകളിൽ കൊണ്ടുപോയി തന്റെ ഫണ്ട് നിക്ഷേപിച്ചു. അവസാനം 1985 ജനങ്ങൾ മാർക്കോസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നു. 20 കൊല്ലം നാട് ഭരിച്ച ഭരണാധികാരിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ജനങ്ങൾ കൂടിയപ്പോ അമേരിക്ക ഹവായ് ദ്വീപിലേക്ക് രക്ഷപ്പെടുത്തി. 1989 ഹവായ് ദ്വീപിൽ കിടന്ന് മാർക്കോസ് മരിക്കുന്നുണ്ട്. മാർക്കോസ് മരിച്ച സമയത്ത് ഭാര്യ ഒരു അഭ്യർത്ഥന ഫിലിപ്പീൻസുകാരോട് പറഞ്ഞു, ഫിലിപ്പീൻസിന്റെ തലസ്ഥാനമായ മനിലയിൽ എന്റെ ഭർത്താവിനെ അടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. 20 കൊല്ലം കൊണ്ട് നാട് ഭരിച്ചതാണ് എന്റെ ഭർത്താവ്. അതുകൊണ്ട് ഈ മനുഷ്യന്റെ ശവശരീരമെങ്കിലും മനിലയിൽ അടക്കാൻ അനുവദിക്കണമെന്ന് താണുകൾ പറഞ്ഞപ്പോൾ ഫിലിപ്പീൻസുകാർ പറഞ്ഞ് അനുവദിക്കില്ല. അക്രൂരനായ ഭരണാധികാരിയെ ഈ മണ്ണിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല. 3 വർഷക്കാലം മനിലയിൽ ഈ ദ്വീപിൽ, ഹവായ് ദ്വീപിൽ മാർക്കോസിന്റെ ശരീരം ഐസിലിട്ട് വെച്ചു. ജനങ്ങൾക്ക് കൂടുതൽ അനുവദിച്ചില്ല. 1993 ഫിലിപ്പീൻസ് ഭരിച്ച ഏകാധിപതിയായ മാർക്കോസിന്റെ ശരീരം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയാൽ ഒരുപാട് അനുഭവങ്ങൾ ലോകത്ത് ഏകാധിപത്യ ഭരണാധികാരികളുടേതെല്ലാം എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഏകാധിപതികളോട് പറയുന്നു, ഫാസിസ്റ്റ് ഭരണകൂടങ്ങളോട് ഈ ചെറിയ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കാനും ഞങ്ങളുടെ ഭവനങ്ങൾ ബുൾഡോസർ കൊണ്ട് നിരത്താനും കഴിഞ്ഞേക്കാം. പക്ഷേ നിങ്ങൾക്കൊരു അന്ത്യമുണ്ട്. സീനിയർ ബുഷിന്റെ അവസ്ഥ എന്തായിരുന്നു? സീനിയർ ബുഷ് ഈ ലോകത്ത് എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നെതന്യാഹുവിനും വരാനുള്ളത് ഇതുപോലൊരു അന്ത്യം തന്നെയാണ്. അതിലുപരി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ കൊണ്ടുവരപ്പെടും. നീതിയുടെ ഒരു ലോകമുണ്ടെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വർഗീയത അവസാനിപ്പിക്കുക. ഈ നാട് സമാധാനത്തോടെ നീങ്ങട്ടെ. നമുക്ക് എല്ലാവർക്കും ജീവിക്കാം. ഈ രാജ്യം ഹിന്ദുവിന്റേതാണ്, മുസ്ലിമിന്റേതാണ്, ക്രിസ്ത്യാനിന്റേതാണ്. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ
ജീവൻ കൊടുത്ത് നേടിയതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അന്ന് നിങ്ങൾ ഷൂ നോക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരന്റെ. ഞങ്ങൾ രക്തം കൊടുത്തതാണ്, ഞങ്ങൾ സമ്പത്ത് കൊടുത്ത് നേടിയതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾ എന്ത് ബില്ല് കൊണ്ടുവന്നാലും, വഖഫ് ബില്ലാണല്ലോ മുന്നിലുള്ളത്. വഖഫ് ബില്ല് കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിന്റെ പള്ളികളും സ്ഥാപനങ്ങളും ഇല്ലാതാക്കാനും മുസ്ലിം സമുദായത്തെ അസ്തിത്വം ചോദ്യം ചെയ്യാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയും. തീർച്ചയായിട്ടും ഈ ഇസ്ലാമിന്, ഈ പ്രസ്ഥാനത്തിന് 14 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഇതിനേക്കാൾ വലിയ വെല്ലുവിളികളെ നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത്. നിങ്ങൾക്കറിയോ, പരിശുദ്ധ റമദാനിലാണ് ബദർ നടന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിജയം, 313,000 നേടിയെടുത്ത വിജയം, അത് ബദർ റമദാനിലായിരുന്നു. മക്കം ഫത്ഹ് എന്ന് പറയുന്ന വിജയം, അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് പോകേണ്ടി വന്ന മക്ക, അത് തിരിച്ചു പിടിക്കാനുള്ള അവസരം അല്ലാഹു ഒരുക്കി കൊടുത്തത് ഒരു റമദാനിലായിരുന്നു. ലോകം മുഴുവൻ അടക്കി ഭരിച്ച, ലോകം മുഴുവൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച മംഗോളിയ, ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കി ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയ, അവസാനം മംഗോളിയരെ തോൽപ്പിച്ചത് പരിശുദ്ധ റമദാനിലായിരുന്നു. ഹിത്തീൻ യുദ്ധം, സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലുള്ള ഹിത്തീൻ യുദ്ധമാണ് ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കാൻ മുസ്ലിമീങ്ങളെ സഹായിച്ചത്. അയ്യൂബി നേതൃത്വം വഹിച്ച യുദ്ധം, ഹിത്തീൻ യുദ്ധം നടന്നതും റമദാനിലായിരുന്നു. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത പോരാട്ടങ്ങളിലൂടെ നിലനിൽപ്പ് സാധ്യമാക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് നൽകുന്ന ആ ധൈര്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ജീവിക്കും. ഇവിടെ സമാധാനം ആഗ്രഹിച്ച് ഈ നാടിന്റെ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കും. ഏത് ബില്ല് കൊണ്ടുവന്നാലും, വഖഫ് ബില്ലല്ല, പൗരത്വ ബില്ലല്ല, എല്ലാത്തിനും അതിജീവിക്കാനുള്ള ഈമാനികമായ ശക്തി ഞങ്ങൾ ആർജിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വിശുദ്ധ റമദാൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പ് പരിചയാണ്. പരിചയത്തിനാണ്, പരിച തടുക്കാനാണ്. ഞങ്ങൾക്ക് വെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ തടുക്കാനുള്ള പരിച ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ ഈ റമദാനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾ വെട്ടാൻ വന്നാൽ തടുക്കാനുള്ള പരിചയം ഉണ്ടാക്കിയെടുക്കലാണ് ഈ നോമ്പിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയത്. അസ്സിയാമു ജുന്ന, നോമ്പ് പരിചയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചെറിയ പെരുന്നാളിന്റെ ഈ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ഇതൊരു പ്രതിജ്ഞയായി നമ്മൾ നിർവഹിക്കുകയും നമ്മുടെ വരുംകാല ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ റമദാൻ നമുക്ക് പ്രയോജനകരമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി, പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ എന്നോടുകൂടി കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ റമദാനിലൂടെ ആർജിച്ചെടുത്ത ഈമാനിലൂടെ ജീവിക്കാൻ 11 മാസം കൂടി നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ 11 മാസത്തേക്കുള്ള ഊർജം പകരുന്ന ഒരു പാഠശാലയായിരുന്നു പരിശുദ്ധമായ റമദാൻ. അതുകൊണ്ട് തന്നെ ആരും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകരുത്. പള്ളികളോട് സലാം പറയരുത്, നന്മകളോട് സലാം പറയരുത്. നന്മകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ക്ഷമയാണ് നാം പഠിച്ച ഏറ്റവും വലിയ കാര്യം. ഈ ക്ഷമ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നിലനിർത്തണം. ആര് നമ്മളെ പ്രകോപിപ്പിച്ചാലും, ഞാൻ നോമ്പുകാരനായിരുന്നു എന്ന് നോമ്പിൽ പറഞ്ഞതുപോലെ, കുന്തു സായിമ, ഞാൻ നോമ്പ് പിടിച്ചവനാണ്, എനിക്ക് ക്ഷമിക്കാൻ കഴിയുമെന്ന് പറയാൻ ഈ നോമ്പ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷമാലുക്കളായി തീരുക. ഏത് പ്രതിസന്ധിയെയും ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും തരണം ചെയ്യാനാണ് അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമാലുക്കളായി, നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ളവരായി തീർച്ചയായിട്ടും നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാം. കാരുണ്യമായ പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 7:40 തന്നെ നമ്മുടെ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും.